ഹലോ ഓൾ, വെൽക്കം ടു പി കെ ലേണിങ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് PYQ സീരീസിൻ്റെ 5th എപ്പിസോഡിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ് നിലവിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. നമുക്കറിയാം ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത് ഒരു വൈഡ് ടോപ്പിക്കാണ്. ഒരുപാട് ക്വസ്റ്റ്യൻസ് ജനറലി ചോദിക്കുന്ന ഒരു മേഖലയാണ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലും സെയിം PYQ ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. സെയിം ടോപ്പിക്കിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് ഡിസ്കസ് ചെയ്തത്. ഇന്ന് അതിൻ്റെ പാർട്ട് 2 ആണ്. കുറച്ചുകൂടെ ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ നെക്സ്റ്റ് സെഷനിലേക്ക് കിടക്കുകയാണ്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ദ സെക്യൂരിറ്റി വിച്ച് ഹോൾഡ് സ്റ്റെബിലിറ്റി ഇൻ ഇറ്റ്സ് പ്രൈസ്, അതായത് പ്രൈസ് സ്റ്റെബിലിറ്റി ഉള്ള സെക്യൂരിറ്റി ഏതാണ്, അല്ലെങ്കിൽ നിലവിൽ കൊടുത്തിരിക്കുന്ന ഓപ്ഷനുകളിൽ ഇപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്ന് മാത്രമായിട്ട് നമ്മൾ ചിന്തിക്കരുത്. ക്വസ്റ്റ്യനിൽ ഓപ്ഷൻസിൽ കൊടുത്തിരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ പ്രൈസ് സ്റ്റെബിലിറ്റി ഉള്ള ഒരു സെക്യൂരിറ്റി ഏതാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഓപ്ഷൻസ് നോക്കാം. ഗോൾഡ് ഉണ്ട്, ഷെയർ ഓഫ് കമ്പനി ഉണ്ട്, റിയൽ എസ്റ്റേറ്റ് ഉണ്ട്, ഗവൺമെൻറ് ബോൺസ് ഉണ്ട്. നമുക്ക് ആൻസർ അറിയില്ലെങ്കിൽ നമുക്ക് ലോജിക്ക് വെച്ച് കണക്ട് ചെയ്യാൻ പറ്റുമെന്ന് ശ്രമിക്കാവുന്നതാണ്. ഇപ്പോൾ ഗോൾഡ് എന്നൊക്കെ പറയുമ്പോൾ എന്താണ്, അതിന് നമ്മൾ കൂടുതൽ ലിക്വിഡിറ്റി കൂടുതലാണ്. ഗോൾഡിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ലിക്വിഡിറ്റി കൂടുതലാണ്. പക്ഷേ അതിന് പ്രൈസ് സ്റ്റെബിലിറ്റി നമുക്ക് ഉറപ്പ് പറയാൻ കഴിയില്ല. ചിലപ്പോൾ ഒറ്റയടിക്ക് വലിയ രീതിയിൽ കൂടാം കുറയാം. ഷെയർ ഓഫ് എ കമ്പനി എന്ന് പറയുന്ന കമ്പനിയുടെ പ്രോഫിറ്റ് നമുക്കറിയാം എന്താണ്, വോളറ്റൈലാണ്. റിയൽ എസ്റ്റേറ്റ് ഇതൊക്കെ എന്താണ്, വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഗവൺമെൻറ് ബോൺസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന കാര്യം എന്താണ്, കുറച്ചും കൂടി സ്ഥിരതയുള്ള സാധനമാവാൻ ചാൻസ് ഉള്ള ഒന്ന് ഗവൺമെൻറ് ബോൺസ് ആവാം. ആൻസർ ഡി ആണ്. നമ്മൾ പറഞ്ഞ ഗവൺമെൻറ് ബോൺസ് തന്നെയാണ്. എന്തുകൊണ്ടാണ് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. In the context of investment and finance, price stability refers to how much the value of an asset fluctuates over time. അതായത് ഒരു പർട്ടിക്കുലർ ടൈം പീരീഡിൽ എത്രത്തോളം അതിൻ്റെ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നുണ്ട് എന്നാണ് എന്തിനെ തീരുമാനിക്കുന്നത്, പ്രൈസ് സ്റ്റെബിലിറ്റി ഓഫ് ക്വാണ്ടിറ്റി അല്ലെങ്കിൽ അൻ അസറ്റ് എന്ന് പറയുന്നത് തീരുമാനിക്കുന്നത്. ഇപ്പോൾ ഗോൾഡ് എന്ന് പറയുമ്പോൾ നമുക്കറിയാം 50,000 രൂപയിൽ നിന്ന് 1 ലക്ഷത്തിലേക്ക് എത്തിയത് വളരെ ചുരുങ്ങിയ സമയത്തിലായിരുന്നു. ഒരു 3-4 കൊല്ലങ്ങൾക്ക് ഇടയിൽ എന്ത് ചെയ്തു, പെട്ടെന്ന് ഫ്ലക്ച്വേറ്റ് ചെയ്ത് പ്രൈസ് പെട്ടെന്ന് എന്ത് ചെയ്തു, കൂടി സ്കൈ റോക്കറ്റ് ചെയ്തു. അപ്പോൾ അതിന് പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്, പ്രൈസ് സ്റ്റെബിലിറ്റി ഇല്ല എന്നാണ് ഉദ്ദേശിക്കുന്നത്. ഗവൺമെൻറ് ബോൺസ് ആർ ജനറലി കൺസിഡർ ദ മോസ്റ്റ് സ്റ്റേബിൾ ഫോർ ദ ഫോളോവിങ് റീസൺസ്. എന്തുകൊണ്ടാണ് ഗവൺമെൻറ് ബോണ്ടുകളെ കുറച്ചുകൂടി പ്രൈസ് സ്റ്റേബിൾ ആണെന്ന് നമുക്ക് പറയാൻ കഴിയുന്നത്? സോവറിൻ ഗ്യാരണ്ടി പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. സോവറിൻ ഗ്യാരണ്ടി എന്താണ്? Government bonds are backed by the government's ability to tax its citizens or print money to repay the debt. This makes the risk of default or not getting your money back extremely low compared to the private companies. നമ്മളൊരു പ്രൈവറ്റ് കമ്പനി എന്ന് പറയുമ്പോൾ നമുക്ക് അതിന് ലാഭനഷ്ടങ്ങളിൽ നമുക്കൊരു ഉറപ്പ് പറയാൻ ഒരിക്കലും സാധിക്കില്ല. അതെങ്ങനെ വേണമെങ്കിലും സംഭവിക്കാം. ആ കമ്പനി ലാഭത്തിലേക്കോ നഷ്ടത്തിലേക്കോ പോകുന്നതിനെ റീഫിനാൻസ് ചെയ്യാനായിട്ട് കമ്പനിക്ക് നമുക്ക് പറ്റണമെന്ന് ഉറപ്പ് പറയാൻ കഴിയില്ല. എത്ര വലിയ കമ്പനികളായാലും എന്ത് ചെയ്യാം, ഒരു ഓവർനൈറ്റ് താഴത്തേക്ക് കൂപ്പുകുത്താം. അത്തരത്തിലുള്ള വേരിയേഷൻസ് വരുന്നുണ്ട്. എന്നാൽ ഗവൺമെൻറ് ആകുമ്പോൾ എന്താണ്, ഗവൺമെൻറ് ആണ് എന്ത് ചെയ്യുന്നത്, ഈ പറയുന്ന ടാക്സ് ചെയ്യുന്നത്, സിറ്റിസൻസിനെ ടാക്സ് ചെയ്യുകയും മണി പ്രിന്റ് ചെയ്യുകയും ചെയ്യുന്നത് ആരാണ്, ഈ ഗവൺമെൻറ് ആണ്. അപ്പോൾ ഗവൺമെൻറ്റിന് ഇത്തരത്തിൽ ഒരു സൊല്യൂഷൻ എപ്പോഴും കയ്യിലുണ്ട്. ഗവൺമെൻറ് ബോണ്ടുകളുടെ പ്രത്യേകത ഈ പറയുന്ന നമ്മൾ എടുക്കുന്ന ബോണ്ട് റീപേ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ അതിൻ്റെ സ്റ്റെബിലിറ്റി തീരുമാനിക്കുന്നത്. അപ്പോൾ ഈ റീപേ ചെയ്യാനുള്ള കപ്പാസിറ്റി ഏറ്റവും കൂടുതൽ ആർക്കായിരിക്കാം, ഏറ്റവും കൂടുതൽ അതിനോട് അക്കൗണ്ടബിൾ ആയിട്ടുള്ള ഒരു പേഴ്സൺ എന്ന് പറയുന്നത് എപ്പോഴും ഈ ഗവൺമെൻറ് തന്നെ ആയിരിക്കാം. അതുകൊണ്ട് ഗവൺമെൻറ് ബോണ്ട് എന്ന് പറയുന്നതാണ് മോസ്റ്റ് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു അസറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് ഡി ആണ്. അപ്പോൾ നമ്മൾ പറഞ്ഞ പ്രൈമറി ആയിട്ടുള്ള റീസൺ ആണ് എന്ത്, ഈ പറഞ്ഞ ഗവൺമെൻറ് എന്ന് പറയുന്ന ഒരു അതോറിറ്റി എന്ന് പറയുന്ന ഒരു അക്കൗണ്ടബിലിറ്റി അതിന് കൊടുക്കുന്നുണ്ട്. ഗവൺമെൻറ്റിന് ഇത് റീപേ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ എപ്പോഴും കയ്യിലുള്ളതുകൊണ്ട് നമുക്കതിന് എന്ത് ചെയ്യാം, ട്രസ്റ്റ് വർത്തി ആയിട്ടുള്ള ഒന്നായിട്ട് കാണാൻ കഴിയും. രണ്ടാമത്തെ ഒന്നാണ് ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്. ബോണ്ട്സ് ടിപ്പിക്കലി പേ എ ഫിക്സഡ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്. While the market price can change slightly, if interest rate the economy move, they are far less volatile than stocks or commodities. അപ്പോൾ ഈ പ്രൈസ് ഫ്ലക്ച്വേറ്റ് ചെയ്യുന്നത് പോലെ റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൻ്റെ കാര്യത്തിലും ഡിഫറൻസ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ് ആണ് സാധാരണഗതിയിൽ ബോണ്ടുകൾ കൊടുക്കുക. അപ്പോൾ അതിനെന്താ ഗുണം, മാർക്കറ്റ് പ്രൈസിൽ വേരിയേഷൻസ് വരാം. സ്ലൈറ്റ്ലി ഇഫ് ഇൻട്രസ്റ്റ് റേറ്റ്സ് ഇൻ ഇക്കണോമി മൂവ്, ജനറലി ഇക്കണോമിയിലുള്ള ഇൻട്രസ്റ്റ് റേറ്റുകൾക്ക് മാറ്റം വരുമ്പോൾ ഓരോ വാല്യൂസിൻ്റെയും മാർക്കറ്റ് പ്രൈസിന് ചേഞ്ച് വരാം. അപ്പോൾ ബാക്കിയുള്ള സ്റ്റോക്കുകളെയോ കമ്മോഡിറ്റികളോ കമ്പയർ ചെയ്ത് നോക്കുന്ന സമയത്ത് എപ്പോഴും ഈ ഫിക്സഡ് ഇൻട്രസ്റ്റ് റേറ്റ്, അതായത് ഗവൺമെൻറ് ബോണ്ടുകൾ അല്ലെങ്കിൽ ബോണ്ടുകൾക്ക് ജനറലി എന്താണ്, ഈ പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഫ്ലക്ച്വേഷൻസ് കുറവായിരിക്കും. അപ്പോൾ അതിനൊരു ഫിക്സഡ് ആയിട്ടുള്ള ഹൈ ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ എന്ത് ചെയ്യാം, കണ്ടിന്യൂ ചെയ്യാം. മാർക്കറ്റിന് ബാക്കിയുള്ള വോളറ്റിലിറ്റി എന്ത് ചെയ്യുന്നില്ല, ഒരു പരിധി വരെ ഇതിന് അഫക്റ്റ് ചെയ്യുന്നില്ല. കൂടാതെ ലോ വോളറ്റിലിറ്റി, അൺലൈക്ക് അതർ ഓപ്ഷൻസ് ദ പ്രൈസ് ഓഫ് എ ഗവൺമെൻറ് ബോണ്ട്സ് ഡു നോട്ട് യൂഷ്വലി സ്വിംഗ് വൈഡ്ലി ഫ്രം ഡേ ടു ഡേ. നമുക്കറിയാം സ്റ്റോക്ക് പ്രൈസൊക്കെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് എപ്പോഴാണ്, നമ്മളൊരു പ്രഡിക്ഷൻ ചെയ്തിട്ടാണ് ഇന്ന ദിവസത്തിൽ മാറാം എന്ന് പറഞ്ഞത്. അത്തരത്തിലൊരു പ്രൈസ് ഫ്ലക്ച്വേഷൻ ഉണ്ടാവാന്നില്ല എന്നതാണ് ഗവൺമെൻറ് ബോണ്ടുകളുടെ ഏറ്റവും വലിയ ഗുണം എന്ന് പറയുന്നത്. അടുത്തതാണ് ദ ആക്ടിവിറ്റീസ് ഓഫ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് ഈസ് ഹാൻഡിൽഡ് ബൈ ഹും. അതായത് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ആക്ടിവിറ്റീസിനെ ഹാൻഡിൽ ചെയ്യുന്ന ആരാണ്? നമുക്ക് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലേക്ക് ഓർമ്മ വരുന്ന ആദ്യത്തെ ഉത്തരം എന്തായിരിക്കും, ശരിയായിരിക്കും. എന്താണ്, നബാർഡ്. നബാർഡ് എന്ന് പറയുമ്പോൾ എന്താണ്, നാഷണൽ അഗ്രികൾച്ചറൽ, പേര് സൂചിപ്പിക്കുന്നതിന് അഗ്രികൾച്ചറാണ്. അപ്പോൾ അത് RRB, SBI, RBI പോലുള്ള ഓപ്ഷൻസ് ഉള്ളപ്പോൾ നമുക്ക് പെട്ടെന്ന് പിക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും. നമുക്ക് നബാർഡിനെ പറ്റി ഒരു ബേസിക് ഐഡിയ നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പിക്ക് ചെയ്യാനായിട്ട് എളുപ്പമായിരിക്കും.
ഓപ്ഷൻ എ തന്നെയാണ്. എന്തുകൊണ്ടാണ് ഇത് വന്നത് നമുക്ക് നോക്കാം. In India, the activities of the Agricultural Credit Department or ACD are handled by the NABARD. NABARD എന്ന് പറയുമ്പോൾ തന്നെ എന്താണ് എൻ്റെ ഫുൾ ഫോം എന്താണ്? നാഷണൽ ബാങ്ക് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെൻറ്റ്. അതായത് റൂറൽ ഡെവലപ്മെൻറ്റുകൾക്കും ബാങ്കിങ്ങിൻ്റെ, അതായത് അഗ്രികൾച്ചറൽ ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള സിസ്റ്റമായിട്ടൊക്കെ എന്ത് ചെയ്യുന്നു, ക്രെഡിറ്റ് കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ആരാണ്? നബാർഡാണ്. ഫോളോവിങ് ദ റെക്കമെൻഡേഷൻസ് ഓഫ് ദ ക്രാഫിക്കാർഡ് കമ്മിറ്റി or the committee to review the arrangements for institutional credit to agriculture and rural development, NABARD was established on July 12, 1982. NABARD എസ്റ്റാബ്ലിഷ് ചെയ്തത് 1982 ജൂലൈ 12-നാണ്. 1982 ജൂലൈ 12-നാണ്. എന്ത് റെക്കമെൻഡേഷനിലാണ്? ക്രാഫിക്കാർഡ് കമ്മിറ്റി അഥവാ കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ്. അതിന് നമ്മൾ ജനറലി അറിയപ്പെടുന്നത് മറ്റൊരു പേരിലാണ്. അതായിരിക്കും കൂടുതൽ ആളുകൾക്കും പരിചയം. ശിവരാമൻ കമ്മിറ്റി എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. ഇതിൻ്റെ ഒഫീഷ്യൽ നെയിമാണ് ക്രാഫിക്കാർഡ് കമ്മിറ്റി അഥവാ കമ്മിറ്റി ടു റിവ്യൂ ദ അറേഞ്ച്മെന്റ്സ് ഫോർ ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് എന്നറിയപ്പെടുന്നത്. ശിവരാമൻ കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ പ്രകാരമാണ് എന്ത് എസ്റ്റാബ്ലിഷ് ആയത്? നബാർഡ്. 1982 ജൂലൈ 12-ന് നബാർഡ് എസ്റ്റാബ്ലിഷ്ഡ് ആയത്. ഇനി എന്താണ് ACD എന്ന് ജസ്റ്റ് പറയുകയാണ്. അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് പ്രൊവൈഡ്സ് ഷോർട്ട് ടേം റീഫിനാൻസ് ടു കോപ്പറേറ്റീവ് സൊസൈറ്റികൾക്കൊക്കെ ഷോർട്ട് ടൈമിൽ റീഫിനാൻസ് ചെയ്യാൻ സഹായിക്കുന്നതാണ് അഗ്രികൾച്ചറൽ ക്രെഡിറ്റ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. കൂടാതെ RPCC എന്താണെന്ന് പറയുകയാണെങ്കിൽ റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ മാനേജ് റീജിയണൽ റൂറൽ ബാങ്ക്സ്, RRBകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് RPCC അഥവാ എന്താണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് അഥവാ RRBകളെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റൂറൽ പ്ലാനിംഗ് ആൻഡ് ക്രെഡിറ്റ് സെൽ ഉള്ളത്, അതായത് RPCC ഉള്ളത്. കൂടാതെ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ അഥവാ ARDC എന്ന് പറയുന്നത് പ്രൊവൈഡഡ് മീഡിയം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ് ഫോർ അഗ്രികൾച്ചറൽ ഡിപ്പാർട്ട്മെന്റുകൾക്ക് വേണ്ടി മീഡിയം ആൻഡ് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ക്രെഡിറ്റ് കൊടുക്കുന്നതാണ് ARDC അഥവാ അഗ്രികൾച്ചറൽ റീഫിനാൻസ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്ന് പറയുന്നത്. In summary, while the RBI remains the Central Bank of India, the specific day-to-day management and policy making for agricultural credit was transferred to NABARD to ensure undivided attention and forceful direction towards rural prosperity. നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ്. RBI എന്ന് പറയുന്നത് ഇപ്പോൾ ഇന്ത്യയുടെ സെൻട്രൽ ബാങ്ക് ആയിട്ട് നിൽക്കുന്ന സമയത്തും സ്പെസിഫിക് ഡേ ടു ഡേ മാനേജ്മെന്റ് ആൻഡ് പോളിസി മേക്കിംഗ് കാര്യങ്ങളെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? ഒരു പർട്ടിക്കുലർ ടൈം പീരീഡ് വരെ ഇത് മാനേജ് ചെയ്തിരുന്നത് RBI തന്നെയായിരുന്നു മറ്റു രീതിയിൽ. ഇത് എന്ത് ചെയ്തിട്ടുണ്ട്? പിന്നീട് ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുകയായിരുന്നു ചെയ്തിരുന്നത് നബാർഡിന്. പോളിസി മേക്കിങ്ങും അഗ്രികൾച്ചറൽ ക്രെഡിറ്റും എന്ത് ചെയ്തു? നബാർഡിന് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു. എന്തിനാണ്? ടു എൻഷുർ ദാറ്റ് അൺഡിവൈഡഡ് അറ്റൻഷൻ ആൻഡ് ഫോഴ്സ്ഫുൾ ഡയറക്ഷൻ ടുവേർഡ്സ് റൂറൽ പ്രോസ്പെരിറ്റിക്ക് കുറച്ചും കൂടി പ്രയോറിറ്റി കൊടുത്തതുകൊണ്ട് നബാർഡിന് ഇത് ട്രാൻസ്ഫർ ചെയ്യുകയായിരുന്നു പിന്നീട് നടന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 3 എന്ന് പറയുന്നത് ഡിമാൻഡ് ഡ്രാഫ്റ്റ് ഈസ് ഇഷ്യൂഡ് ബൈ ഹൂം? ആരാണ് ഡിമാൻഡ് ഡ്രാഫ്റ്റ് അഥവാ DD ഇഷ്യൂ ചെയ്യുന്നത്? സിമ്പിൾ ക്വസ്റ്റൻ ആണ്. DD ഇഷ്യൂ ചെയ്യുന്നത് ആരാണ്? ബാങ്ക് ആണോ, കസ്റ്റമർ ആണോ, ഡെപ്റ്റർ ആണോ, ക്രെഡിറ്റർ ആണോ? നമുക്കൊരു ബേസിക് ലോജിക് ഉണ്ടെങ്കിൽ നമുക്ക് ഐഡന്റിഫൈ ചെയ്ത് പറയാൻ പറ്റുന്നുള്ളൂ. ഓപ്ഷൻ എ ബാങ്കുകളാണ്. In India, a demand draft is issued exclusively by banks or financial institutions. ഇന്ത്യയിൽ ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ ആണ് പ്രധാനമായിട്ടും അല്ലെങ്കിൽ എന്തിനെ എന്ത് ചെയ്യുന്നത്? ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ എന്ത് ചെയ്യുന്നത്? ഇഷ്യൂ ചെയ്യുന്നത്. അപ്പം ഇന്ത്യയിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ മാത്രമാണ്. ഇന്ത്യയിൽ DD ഇഷ്യൂ ചെയ്യുന്നത് ബാങ്കുകളോ ധനകാര്യ സ്ഥാപനങ്ങളോ മാത്രമാണ്. It is a secure prepaid negotiable instrument used to transfer funds from one location to other. എന്തിനാണ്? ഒരു ലൊക്കേഷനിൽ നിന്ന് മറ്റൊരു ലൊക്കേഷനിലേക്ക് എന്ത് ചെയ്യുന്നു? ഒരു സെക്യൂർ ആയ രീതിയിൽ ഒരു പ്രീപെയ്ഡ് ആയ എന്തിനെ? നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫണ്ട്. അതായത് നമുക്കൊരു ഫണ്ടുകളെ ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. എന്തിനാണ്? അതൊരു സെക്യൂർ ആയ രീതിയിൽ ഒരു പ്രീപെയ്ഡ് ആയിട്ടുള്ള രീതിയിൽ നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് വഴി എന്ത് ചെയ്യുന്നു? നമ്മൾ ട്രാൻസ്ഫർ ചെയ്യുന്നു, ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനാണ് നമ്മൾ DD എന്ന് പറയുന്നത്. DD ഇഷ്യൂ ചെയ്യാനുള്ള അതോറിറ്റി ആർക്കാണ്? ബാങ്കുകൾക്കാണ്. ഇനി അത് ഇൻവോൾവ് ചെയ്തിട്ടുള്ള ആളുകൾ ആരൊക്കെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കി വെക്കാം. ഡ്രോവർ അഥവാ ഇഷ്യൂവർ. ദിസ് ഈസ് ഓൾവേസ് ദ ബാങ്ക് ദാറ്റ് പ്രിപ്പയർസ് ആൻഡ് ഇഷ്യൂസ് ദ ഡ്രാഫ്റ്റ്. ഈ ബാങ്കുകൾ അതായത് ഈ DD പ്രിപ്പയർ ചെയ്യുകയും ഇഷ്യൂ ചെയ്യുകയും ചെയ്യുന്നത് ആരാണോ അതിനെയാണ് നമ്മൾ ഡ്രോവർ എന്ന് പറയുന്നത്. ഏത് ബാങ്കാണോ, ഒരു ബാങ്ക് ഓഫ് ധനകാര്യ സ്ഥാപനമാണെന്ന് നമ്മൾ പറഞ്ഞു. ഈ ബാങ്ക് അതായത് ആ DD അല്ലെങ്കിൽ ഡിമാൻഡ് ഡ്രാഫ്റ്റിനെ പ്രിപ്പയർ ചെയ്യുകയും ഇഷ്യൂ ചെയ്യുന്നതും ആരാണോ അയാളെ നമ്മൾ അതിൻ്റെ ഡ്രോവർ അഥവാ ഇഷ്യൂവർ എന്ന് പറയുന്നു. While the customer is requesting the DD is sometimes called purchaser or remitter, legally the bank is a drawer because it's the entity ordering the payment. ആ ഒരു കസ്റ്റമറാണ് ഇത് ഡിമാൻഡ് ചെയ്യുന്നതെങ്കിൽ പോലും ഈ ഒരു സാധനം ഇഷ്യൂ ചെയ്യണം എന്നൊരു കമാൻഡ് കൊടുക്കുന്നത് ബാങ്കാണ്. അതുകൊണ്ട് നമ്മൾ എപ്പോഴും ഡ്രോവർ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത് ആരെയാണ്? ബാങ്കിനാണെന്നുള്ള കാര്യം ഓർത്തിരിക്കുക. കൂടാതെ ഡ്രോയി ഉണ്ട്, പേയി ഉണ്ട്. ഈ ഡ്രോയി എന്ന് പറഞ്ഞ ആരാണ്? ആ പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ നടത്തുന്ന ഒരു ബാങ്ക് ഉണ്ട്. ആ മേജർ ബാങ്കിന്റെ ഒരു പർട്ടിക്കുലർ ബ്രാഞ്ച് ഉണ്ടാവും. ആ ബ്രാഞ്ചിനെയാണ് നമ്മൾ പറയുക ഡയറക്റ്റഡ് ടു പേ ദ എമൗണ്ട് വെൻ ദ ഡ്രാഫ്റ്റ് ഈസ് പ്രസന്റഡ്. ഡ്രാഫ്റ്റ് കൊണ്ട് വരുമ്പോൾ പൈസ കൊടുക്കുന്ന ആരാണോ അയാളാണ് ഡ്രോയി എന്ന് പറയുന്നത്. ആ ഒരു ബാങ്കിന്റെ ബ്രാഞ്ചാണ് ഡ്രോയി. ഇനി പേയി ആരാണ്?
ദ ഇൻഡിവിജ്വൽ ഓർ ഓർഗനൈസേഷൻ ഹുസ് നെയിം ഈസ് മെൻഷൻ ഇൻ ദ ഡ്രാഫ്റ്റ് ആൻഡ് ഹു വിൽ റിസീവ് ദ പേയ്മെന്റ്. ഈ പൈസ വാങ്ങാൻ വരുന്നത് ആരാണോ, ആരുടെ പേരിലാണോ ഇത് ഇഷ്യൂ ചെയ്തത്, അത് വാങ്ങാൻ വരുന്നത് ആരാണോ അതിനാണ് നമ്മൾ പേയി എന്ന് പറയുന്നത്. ഇപ്പോൾ ഡ്രോവർ, ഡ്രോയി, പേയി ഉണ്ട്. ഡ്രോവർ എന്ന് പറയുന്നത് ഇഷ്യൂ ചെയ്യുന്ന ബാങ്ക് ഏതാണോ അതാണ് പൈസ കൊടുക്കുന്നത്. ഈ പറയുന്ന ഡിമാൻഡ് ഡ്രാഫ്റ്റ് വരുന്ന സമയത്ത് പൈസ കൊടുക്കുന്നത് ആരാണോ അതിന് നമ്മൾ ഡ്രോയി എന്നും പേയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാരാണോ വാങ്ങുന്നത് അയാളെ നമ്മൾ പേയി എന്നും വിളിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 4 ആണ്. ECS എന്നതിൻ്റെ ഫുൾ ഫോം എന്താണ്? അതും ഒരു വൺ വേർഡ് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ECS എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. ഓപ്ഷൻസ് ആയിട്ട് കൊടുത്തിരിക്കുന്നത് ഇലക്ട്രോണിക് ചെക്ക് ക്ലിയറൻസ്, ഇലക്ട്രോണിക് കസ്റ്റമർ സർവീസ്, ഇലക്ട്രോണിക് കൺസ്യൂമർ സർവീസ് ആൻഡ് ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് ആണ്. 4 ഇലക്ട്രോണിക് ആയതുകൊണ്ട് തന്നെ ഭയങ്കര കൺഫ്യൂസിംഗ് ആയ ഒരു ചോദ്യമാണ് ഇത് ക്ലിയറൻസ് ആണോ സർവീസ് ആണോ? അപ്പോൾ ECS എന്ന് പറയുന്നതിൻ്റെ ഫുൾ ഫോം വെച്ചിട്ട് നമുക്ക് ആദ്യമേ ഇവിടെ എസ് എന്നുള്ളത് കൊണ്ട് നമുക്ക് ആദ്യം തന്നെ ക്ലിയറൻസ് നമുക്ക് വെട്ടിക്കളയാൻ പറ്റും. പിന്നെ ഉള്ളത് 3 സർവീസാണ്. ഇലക്ട്രോണിക് 3 ഇലക്ട്രോണിക് ആണ്, 3 സർവീസാണ്. ഇത് കൺസ്യൂമർ ആണോ, കസ്റ്റമർ ആണോ, ക്ലിയറിംഗ് ആണോ എന്നതിൽ നമുക്ക് കൺഫ്യൂഷൻ വരാം. പക്ക ഫാക്ച്വൽ നോളജ് വെച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ക്ലിയർ ചെയ്യാൻ പറ്റൂ. അപ്പോൾ ECS അഥവാ ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ് ഓപ്ഷൻ ഡി ആണ്. എന്താണ് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ് എന്നാണ് എന്തിൻ്റെ മീനിങ്, എന്തിൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത്? ECSൻ്റെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇലക്ട്രോണിക് ക്ലിയറൻസ് സർവീസ്, ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ്. ക്ലിയറൻസ് എന്ന് പറഞ്ഞാൽ തെറ്റാണ്, ക്ലിയറിംഗ് സർവീസ് ആണ്. This is an electronic mode of payment or receipt for transactions that are repetitive and periodic in nature. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഇതാണ്, repetitive and periodic nature. It is commonly used by institutions for making bulk payments like the dividends, interest, salaries and by individuals for paying utility bills or insurance premiums directly from the bank accounts. പ്രധാനമായിട്ടും ഈ സാലറികൾ കൊടുക്കുക, ബൾക്കായിട്ട് നമുക്ക് ഒറ്റ സമയത്ത് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടാവും. കുറേ ആളുകൾക്ക് ഒരേ രീതിയിൽ നമ്മൾ കൊടുക്കുന്ന പല കാര്യങ്ങളും. അതിന് ഏറ്റവും നല്ല എക്സാമ്പിളാണ് സാലറി കൊടുക്കുക എന്ന് പറയുന്നത്. ഒരു വലിയ കമ്പനി ഉണ്ടെങ്കിൽ ആ കമ്പനിയുടെ സാലറീസ് കൊടുക്കുക എന്ന് പറയുന്നത് വളരെ ബൾക്കായിട്ടുള്ള ഒരു പേയ്മെൻറ്റ് നമ്മൾ അറ്റ് ടൈം കൊടുക്കുകയാണെങ്കിൽ അത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ECS അഥവാ ഇലക്ട്രോണിക് ക്ലിയറിംഗ് സർവീസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്പർ 5. ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ എ കസ്റ്റമർ ആൻഡ് ദ ബാങ്കർ ഇൻ ദ കേസ് ഓഫ് ഡിപ്പോസിറ്റ്. അതായത് ഒരു ഡിപ്പോസിറ്റിൻ്റെ കേസിൽ ആ ഒരു കസ്റ്റമറും ആ ഒരു ബാങ്കറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് സൂചിപ്പിക്കുന്നത്. പ്രിൻസിപ്പൽ ആൻഡ് ഏജന്റ് ആണോ, ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ ആണോ, ലെസ്സി ആൻഡ് ലെസർ ആണോ, അഥവാ നൺ ഓഫ് ഇതൊന്നും അല്ലേ എന്നാണ് ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിനകത്തൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ PSC ആൻസർ കീ പ്രകാരം ഇത് ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല എന്നാണ് പറയുന്നത്. എന്നാൽ നമുക്കിത് ലോജിക്കലി കണക്ട് ചെയ്യാൻ പറ്റുന്നത് അല്ലെങ്കിൽ ആൻസറിലേക്ക് എത്തിക്കാൻ പറ്റുന്നത് എപ്പോഴും ഇതിനകത്ത് എന്തായിരിക്കും, ഈ പറയുന്ന ഡെപ്റ്റർ ആൻഡ് ക്രെഡിറ്റർ അഥവാ ഓപ്ഷൻ ബി ആണ്. അപ്പോൾ നമുക്കിതിനകത്ത് ആക്ച്വലി ഓപ്ഷൻ ബി ശരിയാക്കി എടുത്തിട്ടുള്ള എക്സ്പ്ലനേഷൻ നമ്മൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. കാരണം PSC കൊടുത്തിരിക്കുന്നത് PSC ലോജിക്കലി എന്താണെന്ന് നമുക്ക് പിന്നീട് നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നില്ല. ചിലപ്പോൾ ചലഞ്ചസ് വഴിയൊക്കെ എന്ത് ചെയ്തിട്ടുണ്ടാവും, അത് ക്യാൻസലായി പോയിട്ടുണ്ടാവും, അല്ലെങ്കിൽ ഇതിൻ്റെ ആൻസർ മാറി കൊടുത്തിട്ടുണ്ടാവും. സോ അത് നമുക്ക് കറക്റ്റായിട്ടുള്ള ഒരു ആൻസർ എന്താണെന്നുള്ള കാര്യമാണ് നമ്മളിവിടെ ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ കസ്റ്റമർ ആൻഡ് ബാങ്ക്, ഒരു ഡിപ്പോസിറ്റ് നമ്മളൊരു ബാങ്കിൽ ഒരു നിക്ഷേപം കൊടുക്കുമ്പോൾ അവിടെ കസ്റ്റമറും ബാങ്കറും തമ്മിലുള്ള ബന്ധം എന്താണെന്നാണ് ചോദിക്കുന്നത്. പ്രധാനമായിട്ടും ഇതിൻ്റെ ലീഗൽ നേച്ചർ നമ്മൾ ആദ്യം പരിഗണിക്കുന്ന പല കാര്യങ്ങളുണ്ട്. when the customer deposits money they are effectively lending that money to the bank. അതായത് നമ്മളൊരു ഡിപ്പോസിറ്റ് ഒരു ബാങ്കിൽ ഇടുമ്പോൾ നമ്മൾ പ്രധാനമായിട്ട് അവിടെ ചെയ്യുന്നത് നമ്മുടെ കയ്യിലുള്ള പൈസ ബാങ്കിന് കൊടുക്കുകയാണ്. അതായത് നമ്മൾ പൈസ ലെൻഡ് ചെയ്യാണ്, ബാങ്കിന് വേണ്ടിയിട്ട് പൈസ ലെൻഡ് ചെയ്യാണ്. നമ്മൾ ആ പൈസ അവിടെ തന്നെ സൂക്ഷിച്ച് വയ്ക്കുക മാത്രമല്ല ബാങ്ക് അത് മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആക്ച്വലി ബാങ്കിന് അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി പൈസ ലെൻഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ബാങ്ക് ആസ് എ ഡെപ്റ്റർ, ദ ബാങ്ക് ബിക്കംസ് എ ഡെപ്റ്റർ ബിക്കോസ് ഇറ്റ് ഈസ് അണ്ടർ എ ലീഗൽ ഒബ്ലിഗേഷൻ ടു റീപേ ദ മണി അപ്പോൺ ദ കസ്റ്റമേഴ്സ് റിക്വസ്റ്റ്. അതായത് ആ കസ്റ്റമർ എപ്പോൾ തിരിച്ചു ചോദിക്കുന്നോ അപ്പോൾ തിരിച്ചു കൊടുക്കാൻ എന്താണ് ആ ബാങ്ക് ബാധ്യസ്ഥരാണ്. ഏത് ടൈപ്പ് ഓഫ് ഡിപ്പോസിറ്റ് ആണെങ്കിലും ഒരു പർട്ടിക്കുലർ ടൈമിൽ ആ ഒരു പൈസ തിരിച്ചു കൊടുക്കേണ്ടതിന് ബാങ്ക് എന്ത് ചെയ്യുന്നു, അതിന് ബാധ്യസ്ഥനാവും. അപ്പോൾ ആ ബാങ്ക് എന്ന് പറയുന്നത് ഇൻഫാക്ട് ഒരു ഡെപ്റ്ററായിട്ട് മാറുന്നു, ഒരു ഡെപ്റ്ററാണ്. അപ്പോൾ കടം എന്ത് ചെയ്യുന്നു, ഈ ബാങ്ക് തിരിച്ചാണ് കൊടുക്കേണ്ടത്. കസ്റ്റമർ ആസ് എ ക്രെഡിറ്റർ, ദ കസ്റ്റമർ ഈസ് എ ക്രെഡിറ്റർ because they have a claim over the funds they have placed on the bank's care. അപ്പോൾ അവരുടെ പൈസ ബാങ്കിന് സൂക്ഷിക്കാൻ കൊടുത്തു എന്ന് പറയുന്നത് പോലെ ബാങ്കിന് കൈവശം കൊടുത്ത പൈസ നമുക്ക് എപ്പോൾ വേണമെങ്കിലും തിരിച്ചു ചോദിക്കാം. ആ ഡിപ്പോസിറ്റ് ചെയ്ത വ്യക്തിക്ക്, നിക്ഷേപിച്ച വ്യക്തിക്ക് തിരിച്ചു ചോദിക്കാനുള്ള ഒരു അവകാശമുണ്ട്. കാരണം അയാളുടെ പൈസയാണ്, അപ്പോൾ അയാൾ നിക്ഷേപം നടത്തിയ പൈസയാണ്. അപ്പോൾ എപ്പോഴും എന്താണ് ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു എന്ന് പറയുന്ന പോലെ അയാൾ എന്ത് ചെയ്തു, ബാങ്കിന് പൈസ കൊടുത്തപ്പം അയാൾ ബാങ്കിന് എന്തായിട്ട് മാറി, ബാങ്ക് നിക്ഷേപം സ്വീകരിച്ചൊരു കടക്കാരനായിട്ടും കടം കൊടുത്ത വ്യക്തിയായിട്ട് നിക്ഷേപിച്ച ആൾ മാറുകയാണ്. അതായത് ക്രെഡിറ്റർ ഡെപ്റ്റർ റിലേഷൻഷിപ്പായിട്ട് മാറുകയാണ്. ഓണർഷിപ്പ് ഓഫ് മണി, വൺസ് ഡിപ്പോസിറ്റഡ് ദ ഫിസിക്കൽ ക്യാഷ് ബിക്കംസ് എ പ്രോപ്പർട്ടി ഓഫ് ദ ബാങ്ക് യൂസ്ഡ് ഫോർ ലെൻഡിങ് ആൻഡ് ഇൻവെസ്റ്റിംഗ് ആൻഡ് ദ കസ്റ്റമർ ഈസ് ലെഫ്റ്റ് വിത്ത് ക്രെഡിറ്റ് ബാലൻസ് ഇൻ ദർ അക്കൗണ്ട് റെപ്രസെൻറ്റിംഗ് ദ ഡെപ്റ്റ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, നമ്മളൊരു അക്കൗണ്ടിൽ കൊണ്ടുപോയി പൈസ നിക്ഷേപിക്കുന്ന സമയത്ത്
ബാങ്കിലേക്ക് നമ്മൾ ആ പൈസ കൊടുക്കുന്നു. ബാങ്ക് നമുക്ക് തിരിച്ച് പൈസ തരാൻ ബാധ്യസ്ഥരാണ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ പൈസ തിരിച്ച് ചോദിക്കാം. നമുക്കത് കിട്ടാൻ നമ്മളും എന്താണ് ബാധ്യസ്ഥരാണ്. അപ്പോൾ ഈ 2 കണ്ടീഷൻ അവിടെ വെച്ചതുകൊണ്ട് ബാങ്കിന് കിട്ടുന്ന പൈസ ശേഷം എന്ത് ചെയ്യുന്നു? ബാങ്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്നു. എന്നാൽ എപ്പോൾ തിരിച്ച് ചോദിച്ചാലും ഈ കസ്റ്റമർക്ക് ഈ പൈസ കൊടുക്കുകയും വേണം. ഇത്തരത്തിലൊരു കണ്ടീഷനാണ് എന്ത് ചെയ്യുന്നത്? ഈ ബാങ്കിൽ പ്രധാനമായിട്ടും നടക്കുന്നത്. അതൊരു ഡെപ്റ്ററും ക്രെഡിറ്ററും തമ്മിലുള്ള ബന്ധമായിട്ട് തന്നെയാണ് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യാൻ പറ്റുക? കണക്കാക്കാൻ പറ്റുക. അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് ഉത്തരമായിട്ട് നമുക്ക് ഓപ്ഷൻ ബി തന്നെയാണ് പറയാൻ പറ്റുക. എന്നാലും ബാങ്ക് PSC കൊടുത്തിരുന്ന ഓപ്ഷൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്? ഡി ആണ്. നൺ ഓഫ് ദിസ് എന്ന് പറയുന്ന ഓപ്ഷനാണ് PSC കൊടുത്തിരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ക്വസ്റ്റ്യൻ നമ്പർ 6 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ബാങ്ക്സ് നാഷണലൈസ്ഡ് ഇൻ 1969. 1969 എത്ര ബാങ്കുകൾ ഇന്ത്യയിൽ നാഷണലൈസ് ചെയ്യപ്പെട്ടു? നമുക്കറിയാം ഇന്ദിരാഗാന്ധിയുടെ സമയത്താണ് ആദ്യമായിട്ട് ബാങ്ക് നാഷണലൈസേഷൻ വരുന്നത് 1969. അപ്പോൾ ഈ സമയത്ത് എത്ര ബാങ്കുകളായിരുന്നു നാഷണലൈസ് ചെയ്തിരുന്നത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ക്വസ്റ്റൻ ആണ്, ഫാക്ച്വൽ ക്വസ്റ്റൻ ആണ്, 1 വേർഡ് ആണ്. 16 ആണോ 18 ആണോ 14 ആണോ 17 ആണോ? പക്ക നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഫാക്ച്വൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നമുക്ക് 1969 ജൂലൈ 19 ഇന്ദിരാഗാന്ധിയുടെ ഗവൺമെന്റ് 14 കൊമേഴ്ഷ്യൽ ബാങ്കുകളെയാണ് എന്ത് ചെയ്തിട്ടുള്ളത്? നാഷണലൈസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായിരുന്നു അതിൻ്റെ കണ്ടീഷൻ എന്ന് കൂടെ നമുക്ക് നോക്കാം. 50 crore ഈച്ച്, 50 കോടി ഡിപ്പോസിറ്റുകളുള്ള ബാങ്കുകളായിരുന്നു അന്ന് നാഷണൽ. അന്നത്തെ കാലത്ത് 50 കോടി ഉണ്ടായിരുന്നവരായിരുന്നു എന്ത് ചെയ്തിട്ടുള്ളത്? പ്രധാനമായിട്ടും മേജർ കൊമേഴ്ഷ്യൽ ബാങ്കുകളിൽ നിന്നും നാഷണലൈസ് ചെയ്യപ്പെട്ടത്. ദിസ് വാസ് ഡൺ ടു എൻഷുർ ദാറ്റ് ക്രെഡിറ്റ് റീച്ച്ഡ് റൂറൽ ഏരിയാസ് ആൻഡ് പ്രയോറിറ്റി സെക്ടേഴ്സ് ലൈക്ക് അഗ്രികൾച്ചർ റാദർ ദാൻ ജസ്റ്റ് ഇൻ ലാർജ് ഇൻഡസ്ട്രീസ്. അപ്പോൾ ഈ കടം സാധാരണഗതിയിൽ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പ്രോഫിറ്റ് മാത്രം മൂട്ടി വെക്കുന്നുണ്ട്. അവർ ഏറ്റവും വലിയ എന്ത് ചെയ്യുന്നു? ആളുകൾ ബിസിനസ് എന്റർപ്രൈസസുകൾക്ക് മാത്രമായിട്ട് പൈസ കൊടുക്കുകയാണ്. റൂറൽ ഏരിയാസിലേക്കോ പ്രയോറിറ്റി സെക്ടറുകളിലേക്കോ ഒന്നും എത്തിക്കുന്നില്ല. അതായത് അഗ്രികൾച്ചർ പോലുള്ള മേഖലകളിലേക്കൊന്നും എത്തിക്കുന്നില്ല എന്നൊരു പ്രധാന പ്രശ്നമായിരുന്നു. അതുകൊണ്ടാണ് നാഷണലൈസേഷൻ നമ്മൾ ചെയ്തത്. അടുത്ത നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 7 കടക്കുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 7 പറയുന്നത് ദ ബാങ്ക് വിച്ച് മീറ്റ് ദ ലോങ് ടേം റിക്വയർമെന്റ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് ആയിട്ടുള്ള ആളുകളുടെ ലോങ് ടേം റിക്വയർമെന്റ്, അവർക്ക് ആവശ്യമുള്ള ലോങ് ടേമിലേക്കുള്ള പണത്തിൻ്റെ അല്ലെങ്കിൽ ധനപരമായിട്ടുള്ള ആവശ്യങ്ങളുടെ ഇതൊക്കെ നിറവേറ്റുന്നത് ആരാണ്? അപ്പോൾ ദ ബാങ്ക് വിച്ച് മീറ്റ് ദ ലോങ് ടേം റിക്വയർമെന്റ് ഓഫ് അഗ്രികൾച്ചറിസ്റ്റ് അഥവാ അഗ്രികൾച്ചറലിസ്റ്റുകളുടെ ലോങ് ടൈമിലേക്ക് അവരുടെ ധനകാര്യ ആവശ്യങ്ങളെ നിറവേറ്റുന്നത് ആരാണ് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആണോ, സ്റ്റേറ്റ് കോപ്പറേറ്റീവ് ബാങ്ക് ആണോ, റീജിയണൽ റൂറൽ ബാങ്ക്സ് അഥവാ RRBകളാണോ, നൺ ഓഫ് ഇതൊന്നും അല്ലേ എന്നൊരു ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഉത്തരത്തിലേക്ക് കടക്കാം. ഓപ്ഷൻ എ അഥവാ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് ആണ്. ആ ചോദ്യത്തിൽ നിന്ന് നമ്മൾ എന്ത് മനസ്സിലാക്കുക? അഗ്രികൾച്ചറലിസ്റ്റുകൾക്കാണ് ലോൺ വേണ്ടത്, ലോങ് ടൈമിലേക്കാണ് അവർക്ക് ആവശ്യം. പ്രധാനമായിട്ടും ഇതിലെന്തായിരിക്കും? കോപ്പറേറ്റീവ് സെക്ടർ എന്ന് പറയുന്ന ഒരു കൂട്ടം ആളുകൾ ചേർന്ന് എന്ത് ചെയ്യുന്നു? അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അവരുടെ തന്നെ എന്തായിരിക്കും പ്രൊഡക്ടിവിറ്റി ആയിട്ടുള്ള എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവും. ആ ഒരു കാര്യത്തിനെ മൊത്തത്തിൽ എന്ത് ചെയ്യുക? മുന്നോട്ട് കൊണ്ടുവരിക എന്നതിനായിരിക്കും പ്രധാനമായിട്ട് കോപ്പറേറ്റീവ് ബാങ്കുകളുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ ലാൻഡിനെ ഡെവലപ്പ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം പ്രോസസ്സാണ്. ആ ഒരു പ്രോസസ്സിന് വേണ്ടിയിട്ട് ലോങ് ടൈമിലേക്ക് ഫണ്ട് കൊടുക്കുന്ന ആളുകളാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക് എന്ന് പറയുന്നത്. റീജിയണൽ റൂറൽ ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരു റീജിയൻ്റെ മൊത്തത്തിലുള്ള വികസനത്തെ സൂചിപ്പിക്കുന്ന, അതിനെ സഹായിക്കുന്ന ബാങ്കുകളാണ് റീജിയണൽ റൂറൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഓപ്ഷൻ എന്ന് നമ്മൾ ഒന്നും കൂടെ ഡിസ്കസ് ചെയ്യുകയാണ്. ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സ് അഥവാ PCARDB എന്നിപ്പോൾ വിളിക്കാറുണ്ട്. പ്രൊവൈഡ് ലോങ് ടൈം ക്രെഡിറ്റ് ടു ഫാമേഴ്സ് ഫോർ ആക്ടിവിറ്റീസ് ലൈക്ക് ലാൻഡ് ഇംപ്രൂവ്മെന്റ്, ഡിഗിംഗ് വെൽസ് ആൻഡ് പർച്ചേസിംഗ് ഹെവി മെഷീനറി. പ്രധാനമായിട്ടും ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്ക്സിന്റെ പ്രക്രിയ എന്താണ്? ഇവർ ലോങ് ടൈം ക്രെഡിറ്റ് കൊടുക്കുകയാണ്. ആർക്കാണ്? ഫാർമേഴ്സ് ഫോർ ആക്ടിവിറ്റീസ് ലൈക്ക് ലാൻഡ് ഇംപ്രൂവ്മെന്റ്, ഡിഗിംഗ് വെൽസ് ആൻഡ് പർച്ചേസിംഗ് ഹെവി മെഷീനറി. അതായത് ലോങ് ടൈമിലേക്ക് വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് വേണ്ട കാര്യങ്ങളിലേക്ക്, അതായത് അത്തരത്തിലുള്ള സ്ഥലങ്ങളിലേക്ക് ഇവർ എന്ത് ചെയ്യുന്നു? പൈസ കൊടുക്കുന്നു. അതായത് വെൽസിന് വേണ്ടിയിട്ട്, ഹെവി മെഷീനറി വാങ്ങാൻ വേണ്ടിയിട്ട്, ലാൻഡ് ഇംപ്രൂവ്മെന്റിന് വേണ്ടിയിട്ട്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് പൈസ കൊടുക്കുന്നതാണ് ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകൾ. Why land development banks? Unlike regular commercial banks or primary cooperatives that focus on seasonal crop loans, അതായത് അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ RRBകളോ അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബാങ്ക്സോ കോപ്പറേറ്റീവ്സ് ഇവരൊക്കെ ലോൺ കൊടുക്കുന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും സീസണൽ ക്രോപ്പ് ലോൺസ് ആയിരിക്കും. ഷോർട്ട് ടൈമിലേക്ക് കൊടുക്കുന്ന സീസണൽ, ആ ഒരു പർട്ടിക്കുലർ സീസണിലേക്ക് മാത്രമായിട്ടുള്ള ലോണുകളായിരിക്കും കൊടുക്കുന്നത്. LDBs ആർ സ്പെസിഫിക്കലി ക്രിയേറ്റഡ് ടു പ്രൊവൈഡ് ലോങ് ടൈം ക്യാപിറ്റൽ. ലോങ് ടൈമിലേക്ക് ക്യാപിറ്റൽ, അഗ്രികൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട ലോങ് ടൈം ക്യാപിറ്റൽ കൊടുക്കുന്ന ആരാണ്? ഈ ലാൻഡ് ഡെവലപ്മെന്റ് ബാങ്കുകളാണ്. അപ്പോൾ ദീസ് ലോൺസ് ടിപ്പിക്കലി ഹാവ് എ റീപേയ്മെന്റ് പീരിയഡ് റേഞ്ചിങ് ഫ്രം 5 to 20 years. പ്രധാനമായിട്ട് ലോങ് ടൈം എന്ന് പറയുന്നത് എന്താണ്? 5 മുതൽ 20 വർഷം വരെ നീളുന്ന വലിയ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മേഖലകളിലേക്കാണ് എന്ത് കൊടുക്കുക? ഇത്തരത്തിലുള്ള ബാങ്കുകൾ ലോൺ കൊടുക്കുക എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. പേർപ്പസ് ഓഫ് ലോങ് ടൈം ഗോൾസ്. എന്തിനാണ് ലോങ് ടൈം ലോൺസ് കൊടുക്കുന്നത്? പേർപ്പസ് ഓഫ് ലോങ് ടൈം ലോൺസ് എന്തിനാണ്? ഫാമേഴ്സ് റിക്വയർ ദീസ് ഫണ്ട്സ് ഫോർ പെർമനന്റ് ഇംപ്രൂവ്മെന്റ്സ് ടു ദെയർ ലാൻഡ് ഓർ എക്സ്പെൻസീവ് അസറ്റ്സ് that don't pay for themselves in a single harvest. Examples include land reclamation and major irrigation. പ്രധാനമായിട്ടും എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിനാണ് ഈ ലോങ് ടൈം ലോൺസ് കൊടുക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫാമേഴ്സ് റിക്വയർ ദീസ് ഫണ്ട്സ് ഫോർ പെർമനന്റ് ഇംപ്രൂവ്മെന്റ്സ്. അവരുടെ ഒരു ഭൂമിയിൽ നമുക്കറിയാം, ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ പഠിക്കുന്ന സമയത്ത് നമ്മൾ പഠിക്കുന്ന കാര്യമാണ്, ഈ ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. ഫിക്സഡ് ആയിട്ടുള്ള കാര്യങ്ങളും വോളറ്റൈൽ ആയിട്ടുള്ള കാര്യങ്ങളും വേറെ വേറെയാണ്.
ഫിക്സഡ് ആയിട്ടുള്ള ലാൻഡും ക്യാപിറ്റലും പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നേറ്റങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവിടെ വികസനങ്ങൾ നടത്താൻ വേണ്ടിയിട്ട് ഈ പെർമനൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ഉപയോഗിക്കുന്നത് ഈ ലോങ് ടൈം ഫണ്ട്സ് ആണ്. വലിയ രീതിയിലുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഫണ്ട് ഉപയോഗിക്കുന്നു. എക്സ്പെൻസീവ് ആയിട്ടുള്ള അവരുടെ അസറ്റുകൾക്കും, അതായത് ഒറ്റ ഹാർവസ്റ്റിൽ മാത്രം അവർക്ക് തിരിച്ച് കിട്ടാത്ത കാര്യമായിരിക്കാം. നമ്മളൊരു മെഷീനറിയിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ മെഷീനറി ഒറ്റ ദിവസം കൊണ്ട് ലാഭം തരില്ല. നമുക്കത് കുറേ നാളെ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ പ്രൊഡക്ടിവിറ്റി കൂടി നമ്മൾ ആ വാങ്ങിച്ച കാശിനേക്കാളും എന്ത് ചെയ്യുന്നു, നമുക്ക് പ്രോഫിറ്റ് ഉണ്ടാക്കി തരുന്നു എന്നാണ് പ്രധാനമായിട്ടും ഉദ്ദേശിക്കുന്നത്. അത്തരത്തിലുള്ള ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള മെഷീനറീസ് പോലുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ലോങ് ടൈം ഫണ്ട്സ് ഉപയോഗിക്കുന്നത്. അതിന് വേറെ 2 എക്സാമ്പിൾസ് ആണ് ലാൻഡ് റിക്ലമേഷൻ, ലെവലിംഗ് ലാൻഡ് ഓർ ക്ലിയറിംഗ് ഫോറസ്റ്റ് ഫോർ ഫാമിംഗ്. ഫാമിന് വേണ്ടിയിട്ട് നമ്മളൊരു സ്ഥലം കണ്ടെത്തുകയാണ് ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫോറസ്റ്റ് ക്ലിയർ ചെയ്തിട്ടോ ബാക്കി ഏതെങ്കിലുമൊക്കെ മേഖലകൾ തെളിച്ചിട്ടോ ആയിരിക്കും നമ്മൾ ഈ പറയുന്ന ഒരു ഫാമിംഗ് ലാൻഡായിട്ട് ഇതിനെ മാറ്റിയെടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ലാൻഡ് റിക്ലമേഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ വൺ ഓഫ് ദി പർപ്പസ് ആണ്. കൂടാതെ വലിയ ഇറിഗേഷൻ പർപ്പസുകൾ, അതായത് നമ്മൾ കിണർ കുഴിക്കുന്നു, ബോർവെൽ കുഴിക്കുന്നു, ടാങ്ക് ഉണ്ടാക്കുന്നു, എക്സ്പെൻസീവ് ഡ്രിപ്പ് ഇറിഗേഷൻ സിസ്റ്റംസ് ഉണ്ടാക്കുന്നു, ഇതൊക്കെ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ആയിട്ടുള്ള ഒരു സെക്ടറാണ്. അപ്പോൾ ഇതിന് ഷോർട്ട് ടൈം ലോൺസ് പോരാ, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് കൊടുക്കുന്ന പോലത്തെ ഒരു ഷോർട്ട് ടൈം ലോൺ പോരാ. സോ അത്തരത്തിലുള്ള മേഖലകൾ നമ്മൾ എന്ത് ചെയ്യുന്നു, ലോങ് ടൈം ആയിട്ടുള്ള ലോൺസ് ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകളിൽ നിന്നൊക്കെ നമ്മൾ എടുക്കുന്നു. കൂടാതെ മറ്റ് നമ്മൾ നേരത്തെ പറഞ്ഞ മെഷീനറി എന്നൊക്കെ പറയുന്ന മെക്കനൈസേഷൻ, അതായത് ഹെവി മെഷീനറി വാങ്ങാൻ വേണ്ടി, പിന്നെ ഡെപ്റ്റ് ക്ലിയറൻസിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും നേരത്തെ ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ട് കിടക്കുന്ന നിലവിലുള്ള എന്തെങ്കിലും ബാധ്യതകൾ ഉണ്ടെങ്കിൽ അത് തീർക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത് ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിന് നമുക്ക് മറ്റൊരു പേര് വിളിക്കാം, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്കുകൾ. നമുക്ക് നോക്കാം. സിൻസ് ദ ലോൺ എമൗണ്ട് ഈസ് ഹൈ ആൻഡ് ദ ഡ്യൂറേഷൻ ഇസ് വെരി ലോങ്, നമ്മൾ കൊടുക്കുന്ന എമൗണ്ട് എന്ന് പറയുന്നത് വളരെ ഹൈ ആയിട്ടുള്ള എമൗണ്ട് ആണ്, ലോങ് ടൈമിലേക്കാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന ബാങ്കുകൾ വെറുതെ പൈസ കൊടുക്കില്ല, മോർട്ട്ഗേജ് ഓഫ് ലാൻഡ്, ഭൂപണയം വെച്ചിട്ടായിരിക്കും എന്ത് ചെയ്യുക, ഈ പറയുന്ന പൈസ കൊടുക്കുക. അപ്പോൾ ബിക്കോസ് ഓഫ് ദിസ് ദേ ആർ ഓൾസോ ഹിസ്റ്റോറിക്കലി നോൺ ആസ് ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ്. ലാൻഡ് മോർട്ട്ഗേജ് ബാങ്ക്സ് എന്നും ഇത് അറിയപ്പെടാറുണ്ട് എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഭൂപണയ ബാങ്കുകൾ എന്നും അറിയപ്പെടുന്നു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ നമ്പർ 8ലേക്ക് പോവാണ്. ദ മേജർ പ്ലേയേഴ്സ് ഇൻ ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. എവിടെയാണ്? ദ ഇന്ത്യൻ മണി മാർക്കറ്റ്. ഓർത്തിരിക്കുക, മണി മാർക്കറ്റ് എന്താണ്, ക്യാപിറ്റൽ മാർക്കറ്റ് എന്താണെന്നുള്ള കാര്യം എന്നൊക്കെ നമ്മൾ വ്യത്യാസമായിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ദ മേജർ പ്ലേയേഴ്സ് ഇൻ ഇന്ത്യൻ മണി മാർക്കറ്റ്. എന്താണ് മണി മാർക്കറ്റ് എന്ന് അറിയാമെങ്കിൽ നമുക്ക് ഫസ്റ്റ് ഇൻസ്റ്റൻസ് തന്നെ നമുക്ക് ഇതിന് ആൻസർ കിട്ടും. കോപ്പറേറ്റീവ് ബാങ്കുകളാണോ, അല്ലെങ്കിൽ പ്രൈവറ്റ് മണി ലെൻഡർമാരാണോ, നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഥവാ NBFI ആണോ, അഥവാ കൊമേഴ്ഷ്യൽ ബാങ്കുകളാണോ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. അപ്പോൾ ഇതിനകത്ത് ബേസിക്കലി മണി മാർക്കറ്റ് എന്താണെന്ന് അറിയാമെങ്കിൽ നമുക്ക് ആൻസർ ഓപ്ഷൻ ഡി കൊമേഴ്ഷ്യൽ ബാങ്കുകളാണെന്ന് മനസ്സിലാവും. എന്തുകൊണ്ടാണ്? ദ മണി മാർക്കറ്റ് ഡീൽസ് വിത്ത് ഷോർട്ട് ടൈം ഫണ്ട്സ് മെച്യൂരിറ്റീസ് അപ് ടു 1 year. ഇപ്പോൾ ഈ മണി മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, ലോങ് ടൈം അല്ല, ഷോർട്ട് ടൈമിലേക്ക് കൊടുക്കുന്നതിനാണ് നമ്മൾ മണി മാർക്കറ്റ് എന്ന് പറയുക. എസ്പെഷ്യലി അപ് ടു 1 year മെച്യൂരിറ്റി പീരീഡ് വരെയുള്ള, 1 വർഷം വരെയുള്ള മെച്യൂരിറ്റി പീരീഡ് വരുന്നതിനാണ് നമ്മൾ എന്താ പറയുക, മണി മാർക്കറ്റ് എന്ന് പറയുക. റോൾ ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആർ ദ മോസ്റ്റ് ഡൊമിനന്റ് പ്ലേയേഴ്സ് ബിക്കോസ് ദേ മാനേജ് ദ ലാർജസ്റ്റ് വോളിയം ഓഫ് ലിക്വിഡ് ഫണ്ട്സ് ആക്ടിംഗ് ആസ് ബോത്ത് ലെൻഡേഴ്സ് ആൻഡ് ബൊറോവേഴ്സ് ഇൻ സെഗ്മെന്റ്സ് ലൈക്ക് ദ കോൾ മണി മാർക്കറ്റ്. ബാങ്കുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തുന്ന ട്രാൻസാക്ഷൻസിനാണ് നമ്മൾ കോൾ മണി മാർക്കറ്റ് എന്ന് പറയാം. ചുരുക്കത്തിൽ മണി മാർക്കറ്റ് എന്ന് പറയുന്നത് ഷോർട്ട് ടൈം ലെൻഡിങ്ങിനെ ഉദ്ദേശിച്ചിട്ടാണ്. അപ്പോൾ ഈ ബാങ്കുകൾ എന്ന് പറയുന്ന മേജർ ആയിട്ടുള്ള ഒരു ലിങ്ക് ആവുന്നത് എങ്ങനെയാണ്, അവർ പ്രധാനമായിട്ടും ഡിപ്പോസിറ്റുകൾ സ്വീകരിക്കുകയും അവർ ലോൺസ് കൊടുക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസാക്ഷൻ സൈക്ലിക്കലായിട്ട് നടത്തിക്കൊണ്ടേയിരിക്കുന്ന മാർക്കറ്റിലെ ഏറ്റവും വലിയ ഒരു പ്ലെയർ ആണ് ആരെന്ന് പറയുന്നത്, കൊമേഴ്ഷ്യൽ ബാങ്ക്സ് എന്ന് പറയുന്നത്. ലിക്വിഡ് ഫണ്ട്സിനെ ട്രാൻസാക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് മേജർ റോൾ വഹിക്കുന്നത് ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. ഇത് കൂടാതെ NBFCകളും, ഇൻസ്റ്റിറ്റ്യൂഷൻസ് ലൈക്ക് ദ NBFC ആൻഡ് ദ RBI ക്യാൻ പാർട്ടിസിപ്പേറ്റ്. കൊമേഴ്ഷ്യൽ ബാങ്ക്സ് പ്രൊവൈഡ് ദ പ്രൈമറി ഇൻഫ്രാസ്ട്രക്ചർ ഫോർ ലിക്വിഡിറ്റി ഇൻ ദ ഇന്ത്യൻ ഇക്കോണമി. ആളുകൾ പ്രധാനമായിട്ടും പൈസ വാങ്ങുന്നതും എടുക്കുന്നതും ട്രാൻസാക്ഷൻ ചെയ്യുന്നതും ഈ ഒരു ഇക്കണോമിക് സിസ്റ്റത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് പ്രധാനമായിട്ടും ആരാണ്, ഇത്തരത്തിലുള്ള കൊമേഴ്ഷ്യൽ ബാങ്കുകളാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യൻ മണി മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്ലേയേഴ്സ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്ന കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെ ആയിരിക്കും. നെക്സ്റ്റ് ഈസ് ക്വസ്റ്റ്യൻ നമ്പർ 9. which of the following is not a external cause for NPA. NPA എന്ന് പറഞ്ഞാൽ എന്താണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. നോൺ പെർഫോമിംഗ് അസറ്റ് ആണ്, നോൺ പെർഫോമിംഗ് അസറ്റ്. ഈ നോൺ പെർഫോമിംഗ് അസറ്റിനെയാണ് നമ്മൾ NPA എന്ന് പറയാം. അപ്പോൾ എന്തുകൊണ്ടാണ്, അല്ലെങ്കിൽ വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഈസ് നോട്ട് എ എക്സ്റ്റേണൽ കോസ് ഓഫ് NPA. NPA ഒരു എക്സ്റ്റേണൽ കോസ് അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നോട്ട് എന്ന വാക്ക് കീവേഡ് മാർക്ക് ചെയ്യുക. പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ബാങ്ക്, ഇൻഡസ്ട്രിയൽ റിസഷൻ, ഗവൺമെൻറ് പോളിസി, നാച്ചുറൽ കലാമിറ്റീസ്. ഇതിനകത്ത് ഏതാണ്, നാച്ചുറൽ കലാമിറ്റീസ് ആണോ, ഗവൺമെൻറ് പോളിസികളാണോ, ഇൻഡസ്ട്രിയൽ റിസഷൻ ആണോ, അതോ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ദ ബാങ്ക് ആണോ? ഇതിലേതാണ് NPAയുടെ ഒരു എക്സ്റ്റേണൽ കോസ് അല്ലാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ക്വസ്റ്റ്യൻ പ്രോപ്പറായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം വേണം നമുക്ക് ആൻസറിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. ആൻസറായിട്ട് വരുന്നത് ഓപ്ഷൻ എ ആണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് ആർ ലോൺസ് ദാറ്റ് ആർ നോട്ട് ബീങ് റീപെയ്ഡ്. നോൺ പെർഫോം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചടയ്ക്കപ്പെടാത്ത കിട്ടാക്കടങ്ങളെയാണ് നമ്മൾ NPA എന്ന് പറയുക. അപ്പോൾ ദേ ആർ നോട്ട് ബീങ് റീപെയ്ഡ്. എക്സ്റ്റേണൽ കോസസ് ആർ ഫാക്ടേഴ്സ് ഔട്ട്സൈഡ് ദ ബാങ്ക്സ് കൺട്രോൾ. ബാങ്കിൻ്റെ കൺട്രോളിന് പുറമേയുള്ള കാര്യങ്ങളാണ് നമ്മൾ എക്സ്റ്റേണൽ കോസുകൾ അല്ലെങ്കിൽ എക്സ്റ്റേണൽ റീസൺസ് എന്ന് പറയുക. സച്ച് ആസ് റിസഷൻ, ചേഞ്ചസ് ഇൻ ദ ഗവൺമെൻറ് പോളിസി, നാച്ചുറൽ ഡിസാസ്റ്റർ,
ഈ 3 കാര്യങ്ങൾ നമ്മൾ BCD എന്നീ ഓപ്ഷനുകളിൽ പറഞ്ഞിട്ടുള്ള ഈ 3 കാര്യങ്ങളും, അതായത് റിസഷൻ, ചേഞ്ചസ് ഇൻ ദ ഗവൺമെൻറ് പോളിസി ഓർ നാച്ചുറൽ ഡിസാസ്റ്റർ, ഈ 3 കാര്യങ്ങളും ബാങ്കിൻ്റെ കൺട്രോളിന് പുറമേ ഉള്ള കാര്യങ്ങളാണ്. എ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഈസ് ആൻ ഇന്റേണൽ കോസ് ബിക്കോസ് ഇറ്റ് റെഫേഴ്സ് ടു ദ ബാങ്ക്സ് ഓൺ failure to properly check a borrower's ability to pay before giving a loan. നമ്മളിപ്പോൾ ഈ പറഞ്ഞിട്ടുള്ള ഓപ്ഷനുകളിൽ NPA എന്ന് പറയുന്നത്, അതായത് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഉണ്ടാക്കപ്പെടുന്ന കാരണങ്ങളിൽ ബാങ്കിൻ്റെ കൺട്രോളിന് പുറത്തുള്ളത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇൻഡസ്ട്രിയൽ റിസഷൻ, ഗവൺമെൻറ് പോളിസി, നാച്ചുറൽ കലാമിറ്റി എന്നൊക്കെ പറഞ്ഞ ഒരു ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളല്ല, അവരുടെ പരിധിക്ക് പുറത്തുള്ള കാര്യങ്ങളാണ്. എന്നാൽ പുവർ ക്രെഡിറ്റ് അപ്രൈസൽ സിസ്റ്റം ഓഫ് ദി ബാങ്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് ലോൺ കൊടുക്കുന്ന സമയത്ത് അയാൾക്ക് അത് തിരിച്ച് അടയ്ക്കാനുള്ളൊരു കഴിവുണ്ടോ എന്ന് മനസ്സിലാക്കുക, അയാളത് റീപേ ചെയ്യുമോ എന്നൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ നടത്തുക എന്ന് പറയുന്നത് ബാങ്കിൻ്റെ ഓൺ റെസ്പോൺസിബിലിറ്റിയാണ്. അവരത് ചെയ്തില്ലെങ്കിൽ എന്താണ് പ്രശ്നം? അവരുടെ തന്നെ കാരണം കൊണ്ടായിരിക്കും ഇത് NPA ആയിട്ട് മാറാൻ പോകുന്നത്. അപ്പോൾ അത് അവരുടെ ഉള്ളിലുള്ള കൺട്രോൾ സിസ്റ്റമാണ്. അപ്പോൾ അതായത് പ്രധാനമായിട്ട് നമ്മുടെ എക്സ്റ്റേണൽ അല്ലാത്ത ഒരു കാരണം. അടുത്ത ക്വസ്റ്റ്യൻ നമ്പർ 10 ആണ്. ദ നോൺ പെർഫോമിംഗ് അസറ്റ്സ്, നമ്മൾ ഓൾറെഡി പറഞ്ഞ സെയിം ടോപ്പിക് തന്നെയാണ്. നോൺ പെർഫോമിംഗ് അസറ്റ്സ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ് ആസ് ഈസ് ടേംഡ് ആസ്, അതായത് നമുക്ക് തിരിച്ച് കിട്ടാത്ത NPAs അല്ലെങ്കിൽ ഒരിക്കലും തിരിച്ച് കിട്ടാത്ത NPAസിനെ നമുക്ക് എന്ത് പേരിട്ട് വിളിക്കാം? ഡൗട്ട്ഫുൾ ആണോ, സബ്സ്റ്റാൻഡേർഡ് അസറ്റ് ആണോ, ലോസ് അസറ്റ് ആണോ, സ്റ്റാൻഡേർഡ് അസറ്റ് ആണോ? ലോജിക്കലി നമ്മൾ ആലോചിച്ചാൽ തിരിച്ച് കിട്ടാത്ത പൈസ ലോസ് ആണെന്ന് നമുക്ക് മനസ്സിലാവും. ഡൗട്ട്ഫുൾ അല്ല, ഡൗട്ട്ഫുൾ കിട്ടുമോ ഇല്ലെന്ന് അറിയില്ല. സബ്സ്റ്റാൻഡേർഡ് ആണോ, സ്റ്റാൻഡേർഡ് ആണോ, ലോസ് ആണോ എന്നൊക്കെ ചോദിക്കുമ്പോൾ നമുക്ക് ബേസിക്കലി കിട്ടാത്ത സാധനം ലോസ് ആണെന്നുള്ളൊരു ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നമുക്ക് അതിന് ആൻസർ കിട്ടും. ആൻസർ C ആണ്, ലോസ് ആണ്. ഇൻ ദ കോണ്ടെക്സ്റ്റ് ഓഫ് നോൺ പെർഫോമിംഗ് അസറ്റ്സ് ഓർ NPA, എ ലോസ് അസറ്റ് ഈസ് എ സ്പെസിഫിക് ക്ലാസിഫിക്കേഷൻ ഫോർ എ ലോൺ ദാറ്റ് ഈസ് കൺസിഡർഡ് അൺകളക്റ്റബിൾ. നമുക്ക് ഒരിക്കലും തിരിച്ച് കിട്ടാത്ത കിട്ടാക്കടങ്ങളെ നമ്മൾ വിളിക്കുന്ന, NPAകളിലെ കിട്ടാക്കടങ്ങളെ നമ്മൾ വിളിക്കുന്നതാണ് ലോസ് അസറ്റ്, നഷ്ടമായി, പൂർണ്ണമായി നഷ്ടമായത്. എന്താണ് ഈ ലോസ് അസറ്റ് എന്ന് ചോദിച്ചാൽ, എ ലോസ് അസറ്റ് ഈസ് വേർ ദ ലോസ് ഹാസ് ബീൻ ഐഡൻറ്റിഫൈഡ് ബൈ ദ ബാങ്ക്. ഓൾറെഡി അവർ ലോസ് ആയിട്ട് ഐഡൻറ്റിഫൈ ചെയ്തു. ഇറ്റ്സ് ഇന്റേണൽ ഓർ എക്സ്റ്റേണൽ ഓഡിറ്റേഴ്സ് ഓർ ദ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബട്ട് ദ എമൗണ്ട് ഹാസ് നോട്ട് ബീൻ റിട്ടേൺ ഓഫ് എൻറ്റയർലി. ലോസ് അസറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അസറ്റാണ്, മുഴുവനായിട്ടും റിട്ടേൺ ഓഫ് ചെയ്തിട്ടില്ല, എഴുതി തള്ളിയിട്ടില്ല, പക്ഷെ അവർക്കറിയാം അത് കിട്ടാൻ സാധ്യതയില്ലെന്ന് അറിയാം. ആര് ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട്? ഒന്നെങ്കിൽ അവരുടെ ബാങ്കിൻ്റെ ഇന്റേണൽ എക്സ്റ്റേണൽ ഓഡിറ്റർമാരോ അല്ലെങ്കിൽ റിസർവ് ബാങ്കോ ഐഡൻറ്റിഫൈ ചെയ്തിട്ടുണ്ട് കിട്ടാൻ സാധ്യതയില്ലാത്ത ഒരു കിട്ടാക്കടമാണെന്ന്. എന്നാൽ അവർ മുഴുവൻ എഴുതി തള്ളിയിട്ടില്ല. എഴുതി തള്ളി അതൊരു കടമായിട്ട് മാറില്ല, അതൊരു മൊത്തത്തിൽ എഴുതി തള്ളി ഉപേക്ഷിക്കപ്പെടുക ചെയ്യുക. അങ്ങനെ ഉപേക്ഷിക്കപ്പെട്ടിട്ടില്ല, എന്നാൽ അതൊരു ലോസ് അസറ്റായിട്ട് മാറുന്നു, അതായത് കിട്ടാക്കടമായിട്ട് മാറുന്നതിനാണ് നമ്മളെന്ന് പറയുക, പറഞ്ഞ പോലെ ലോസ് അസറ്റായിട്ട് മാറുന്നത്. അപ്പോൾ നമ്മൾ ഇന്നിവിടെ 10 ക്വസ്റ്റ്യൻസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസുമായിട്ട് ബന്ധപ്പെട്ട് ഡിസ്കസ് ചെയ്തിട്ടു. അപ്പോൾ നമ്മൾ 2020 2 എപ്പിസോഡുകളായിട്ട് നമ്മൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ പറ്റിയിട്ട് ഡിസ്കസ് ചെയ്തു. ഇത്തരത്തിൽ 20 ക്വസ്റ്റ്യൻസോളം നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇനിയും നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ട്. 2020 തന്നെ ഇതിലധികം ചോദ്യങ്ങൾ ഇതേ ടോപ്പിക്കിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഏരിയയുമായിട്ട് ബന്ധപ്പെട്ട ഇനിയും ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഈ ഒരു മേഖലയുടെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി ക്വസ്റ്റ്യൻസിൻ്റെ എക്സ്പ്ലനേഷൻസ് നിന്നും കൂടുതൽ ഡാറ്റാസ് കളക്ട് ചെയ്ത് നമ്മുടെ നോളജ് ഇംപ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക. നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഇതുപോലത്തെ ഇൻഫർമേഷൻസുമായിട്ട് നെക്സ്റ്റ് എപ്പിസോഡിൽ വരാം. ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ പാർട്ട് 3 നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും വരാം. അപ്പോൾ താങ്ക് യു.